ഹലോ ഗൈസ്, ഇന്നത്തെ പുതിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്കൊരു മൈൻക്രാഫ്റ്റ് അല്ല ഞാൻ കളിക്കുന്നത്, മൈൻക്രാഫ്റ്റ് പോലത്തെ വേറൊരു ഗെയിം. ഞാനിപ്പോൾ നമ്മളുടെ 207 അങ്ങനത്തെ സബ്സ്ക്രൈബേഴ്സായി. അപ്പോൾ ഞാൻ 200 സബ്സ്ക്രൈബേഴ്സിൻ്റെ റിവീൽ ഞാൻ ചെയ്യാൻ പോകും. ഞാൻ ശരിക്കും നിങ്ങളോട് അത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, എന്നാലും ഞാൻ അത് ചെയ്തു. ഞാൻ നിങ്ങളോട് സർപ്രൈസ് ആക്കാമെന്ന് ചോദിച്ചേ. അപ്പോൾ ഞാൻ മൈൻക്രാഫ്റ്റ് പോലത്തെ ഒരു സിമിലർ ഗെയിം അത് കണ്ടുപിടിച്ചാൽ ബിൽഡിങ്സ് ഒക്കെ ചെയ്തു. അപ്പോൾ ഞാൻ ആ 2 ബിൽഡിങ് ഞാൻ ചെയ്തിട്ടുണ്ട്. ആ 2 ബിൽഡിങ്ങിൻ്റെയും ആ റിവ്യൂലാണ് ചെയ്യാൻ പോകുന്നത്. പ്ലീസ് നിങ്ങൾ ഇനി ഇതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ കൂടുതൽ ഇത് പ്രേരിപ്പിക്കുക. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഹൗസ് ഞാൻ ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ഹൗസാണ് ഉണ്ടാക്കുന്നത്. അയ്യോ, വഴി മറന്നു പോയി. വഴി മറന്നുപോയി. വഴി മറന്നു. വഴി മറന്നു. പെട്ടെന്ന് വെട്ടു. ഐ ഹാവ് എൻ ഐഡിയ. ഇങ്ങനെ മറന്നു പോവാണെങ്കിലും വീട് എവിടെയാന്ന് ഇപ്പം ഞാൻ ചെയ്ത പോലെ വീട് എവിടെയാന്ന് മറന്നു പോവാണെങ്കിൽ നൈസായിട്ട് നിങ്ങൾ ബാക്ക് അടിക്കുക. ഓക്കെ, അല്ല, അതിന് മുന്നേ നിങ്ങളുടെ ഒരു ഫ്രണ്ട് സ്റ്റീലും TNT വേണം. എന്നിട്ട് നിങ്ങൾ പോവുക. നിങ്ങൾ അവിടെ ബെഡിൽ ഒരു പ്രാവശ്യം കിടന്ന് ഉറങ്ങിയിരിക്കണം. ഓക്കെ, എന്നിട്ട് സർവൈവൽ എടുത്തിട്ട് ചാവണം. ഇത് പ്രത്യേകിച്ചൊന്നും ഉണ്ടായില്ലേ. എന്നിട്ട് റീസ്പോൺ അടിച്ചാൽ നമ്മൾ എൻ്റെ വീടിനുള്ളിലാണ് ഇപ്പം റീസ്പോൺ ആയിരിക്കുന്നത്. ഞാൻ തിരക്ക് കയറ്റിച്ചതിൻ്റെ ഉള്ളിൽ ഞാൻ യൂട്യൂബിൽ ട്യൂട്ടോറിയൽ നോക്കിയിട്ടാണ് ഉണ്ടാക്കുന്നത്. ശരിക്കും എൻ്റെ സെക്കൻഡ് വീട് കാണാൻ പോയത്. അപ്പോൾ ഞാൻ ഫസ്റ്റ് കാണിക്കാൻ പോകുന്നത് എൻ്റെ വീടിൻ്റെ ഓവറോൾ ലുക്ക്. അയ്യോ, ഞാൻ പറഞ്ഞു ഞാൻ സർവൈവലാണ് ക്രിയേറ്റീവ് ആക്കിട്ടുന്നു. Oh yeah, look at this. This is my house. നിങ്ങളതെന്തായാലും കണ്ടു. ഇതാണ് ട്യൂട്ടോറിയൽ നോക്കി വരച്ചത്. ഇതാണ് എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞു പിക്കിലി കാട്ടൻ. പുറത്ത് ഇത്രയും വല്ല മൈൻഡായിരിക്കാൻ വേണ്ടി ഇതേ ഒരു കുഞ്ഞ് കേട്ട് കിട്ടി. എൻ്റെ തെലങ്കാന സ്വിമ്മിംഗ് പൂൾ ഇവിടെ ക്ലോസ് ആവുന്നുണ്ട്. ഇതിൽ റിയൽ മൈൻക്രാഫ്റ്റ് പോലെ അല്ല, ചിലതൊക്കെ ഇതിൽ മിസ് ചെയ്യുക. നല്ല കറക്റ്റ് മൈൻക്രാഫ്റ്റ് ഒന്നും അല്ല. അപ്പോൾ ഫസ്റ്റ് ഉള്ളി കയറാം. അപ്പോൾ ഇതാണ് കാണുക എൻ്റെ ഫ്രണ്ട്സ്. ചിലതൊന്നും ഞാൻ ട്യൂട്ടോറിയൽ നോക്കിയ സാധനമൊന്നും ഉണ്ടായില്ല. ഇത് റിയൽ മൈൻക്രാഫ്റ്റ് പോലെയല്ല. ഇതാണ് എൻ്റെ കാർപ്പറ്റ്. ഇവിടെ ഞാൻ എൻ്റെ ഭക്ഷണം കഴിക്കാൻ എൻ്റെ ഫാമിലിയുടെ കൂടെ. ഇവിടെ എൻ്റെ സീറ്റ് ടി വി ഒന്നും അവിടെ വെറുതെ ഇരിക്കാം. അല്ലെങ്കിൽ അത് ടി വി ആണ്. അതെ, ടി വി ആക്കുമ്പോൾ എൻ്റെ ടി വി ഇവിടെ എൻ്റെ പ്ലാൻസൊക്കെ അതിന് വേണ്ടി ഇവിടെ ഭയങ്കര കുഞ്ഞാണ്. മറ്റു വീടിനേക്കാളും കുഞ്ഞാണ്. സെക്കൻഡ് മുകളിൽ പോവാ. മുകളിൽ നല്ല സീൻ ബാക്കനൊക്കെ ഉണ്ട്. വേറെ കുറേ ബാക്കറി ഉണ്ട്. ഇവിടെ ഇങ്ങനെ കാണാം എൻ്റെ മറ്റേ വീടൊക്കെ. ഇവിടെ എനിക്ക് ഗെയിമിംഗ് സെറ്റപ്പ്. ശരിക്കും ഞാൻ കമ്പ്യൂട്ടറിൽ കാണുന്നില്ല, ഞാൻ ഗെയിമിംഗ് സെറ്റപ്പ് എന്ന് പറഞ്ഞ് ഇവിടെ ഇരിക്കും. അപ്പോൾ ഇവിടെ കിടന്നുറങ്ങുന്ന സമയം ഇപ്പോൾ രാത്രിയിട്ടില്ല. അപ്പോൾ കിടന്നുറങ്ങുന്ന വയസ്സിൽ അപ്പം നമ്മുടെ ബാൽക്കണി മൈ ഫേവറേറ്റ് സ്ഥലം എൻ്റെ സ്കോർ. ഇവിടെ ഫുൾ നല്ല ലുക്ക് കിട്ടും. ഇതിൻ്റെ സെക്കൻഡ് വീടിലേക്ക് ഞാൻ പോകാനും അങ്ങോട്ട് പോകാൻ വേണ്ടി എപ്പോഴാണ് പുള്ളി പോകാം. ഇടക്കറി പറഞ്ഞു ഇടക്കാറങ്ങോട്ട് മറ്റേ വീടിക്ക് പറഞ്ഞു പോവാം. എൻ്റെ ഈ പതേ വീടും ഇതും അതേ ഞാൻ ഈ വീട് ഉണ്ടാക്കിയ ആളുടെ അതേ ട്യൂട്ടോറിയൽ നോക്കിയിട്ട് ഈ വീട് ഉണ്ടാക്കിയത്. ഭയങ്കര കുഞ്ഞു വീടല്ലേ, ഭയങ്കര ക്യൂട്ട്. ഞാൻ ഈ വീട് ഇന്നലെ ഉണ്ടാക്കി, ഈ വീട് ഇന്ന് ഉണ്ടാക്കി അല്ലേ. എൻ്റെ കയ്യിൽ സോഡ് എടുത്തേക്കാം. സോഡൻ്റെ ക്രിയേറ്റീവിനെ പൊട്ടിക്കാണ്ടില്ല. ഡയമണ്ട് ടൂൾസോടെ ഫസ്റ്റിന് പോകുമ്പോൾ നമുക്കിത് തുറക്കാം. ശരി, കയറി. അധികമൊന്നുമില്ല, ഭയങ്കര കുഞ്ഞിയ. ചില സാധനങ്ങൾ ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ എൻ്റെ ഇരുപത്തി ഉണ്ടാക്കി അപ്പോൾ ഇവിടെ ഇതാണ് എൻ്റെ സ്റ്റോറേജ് ഏരിയ. ഇതാണ് സഹിച്ചിരിക്കുന്നതിന്. അപ്പോൾ നമുക്ക് കയറി പോകുന്നതിൽ
ഭയങ്കര കുഞ്ഞ് ഇത് നടക്കാനുള്ള കുഞ്ഞ് ഹാളിൽ ചില സാധനങ്ങളൊന്നും ഉണ്ടായില്ല. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്. സെക്കൻഡ് ഇവിടെ എൻ്റെ ബെഡൊന്നും ഇല്ല ഇവിടെ. ബെഡൊക്കെ സ്ഥലം ഉണ്ടായില്ല. പക്ഷെ എനിക്ക് പിന്നെ ട്രാപ്പ് ഡോർ വേണ്ടത്. ട്രാപ്പ് ഡോർ പക്ഷെ ഈ ഗെയിമിലുള്ള ട്രാപ്പ് ഡോറ് അങ്ങനെ ഒരു വെക്കാൻ ടൈപ്പ് ഒരു സാധനമുണ്ട്. ഇപ്പോൾ ഡേർട്ട് വെച്ചിട്ട് ഇപ്പോൾ ഇവിടെ ഡേർട്ട് വെച്ചിട്ട് ഡേർട്ട് അവിടെ കാണിച്ചിട്ട് ഞാൻ പുറത്തിട്ട് താഴത്തേക്ക് ഇങ്ങനെ ഇറങ്ങാം. ഇതിപ്പോൾ നല്ലൊരു ഇങ്ങനെ എത്തിയിട്ട് ഇങ്ങനെ വെച്ചിട്ട് ടാപ്പ് ഡോർ വയ്ക്കാം. മൂന്നെണ്ണം വെച്ചു ട്രാപ്പ് ഡോർ വയ്ക്കാം. ഞാനിപ്പോൾ ട്രാപ്പ് ഡോർ വെച്ചു. ഇങ്ങനെ അടയ്ക്കാറുണ്ട്. എന്നിട്ട് ഇതിനെ പൊട്ടിച്ച ട്രാപ്പ് ഡോർ പൊട്ടു. മറ്റേ മൈൻക്രാഫ്റ്റിൽ ഇതിപ്പോൾ വെച്ചിട്ട് അടച്ച ഇങ്ങനെ ചെയ്തിട്ട് ഈ പൊട്ടിച്ച അത് ഈ ട്രാപ്പ് ഡോർ ഇപ്പം ഞാൻ വെച്ച പോലെ തന്നെ നിൽക്കും. പക്ഷേ ഈ ഗെയിമിൽ അത് ഇങ്ങനെ പൊട്ടിച്ചാൽ ആ താഴത്തുനിന്ന് അതുകൊണ്ട് എനിക്ക് അങ്ങനെ ചെയ്യാനില്ല. അപ്പോൾ പകരം എൻ്റെ ക്രിയേറ്റിവിറ്റി കൊണ്ട് ഞാൻ ഇവിടെ ട്രാപ്പ് ഡോറിൻ്റെ പറഞ്ഞ ഗ്ലാസ് വെച്ചു. ഇനി ഞാൻ ഇതുപോലെ വീടുണ്ടാക്കും. പക്ഷേ ഈ ഗെയിമിന് സർവൈവൽസ് മാത്രമേ ചെയ്യാനുള്ളൂ. ഇനി ഇതുപോലത്തെ വീട് ഉണ്ടാക്കും ഞാൻ. പക്ഷേ ഓരോരോ സർപ്രൈസ് അല്ലെങ്കിൽ എനിക്ക് സന്തോഷം തോന്നിയ നിങ്ങളെ കാണിക്കാൻ തോന്നിയ ഞാൻ അത് കാണിക്കും. ഓക്കെ, ഞാൻ വെറും ഇതിന് വേണ്ടി ഉണ്ടാക്കിയേക്കുന്നത്. ഇവിടെ ഞാൻ വേറൊരു വീട് ഉണ്ടാക്കാൻ ട്രൈ ചെയ്തതാണ്. ഇതേ വീട് പക്ഷെ ആ വീട് എനിക്ക് മനസ്സിലായില്ല. അപ്പോൾ ഞാൻ ഫുള്ള് ഇപ്പടാക്കും മേടിച്ച്. ഈ ഗെയിമിലൊന്നും വൈറ്റ് കോൺക്രീറ്റ് ഒന്നും ഇല്ല. അതുകൊണ്ട് എനിക്ക് ഇങ്ങനെ ചെയ്യേണ്ടി വന്നു. അപ്പോൾ കണ്ടു നിങ്ങൾക്ക് ഞാനിവിടെ DH സ്റ്റാർട്ട് ആണെങ്കിൽ സൂപ്പർ ഗെയിമിങ്ങിൻ്റെ സൂപ്പർ ഗെയിമിൻ്റെ എൻ്റെ റിയൽ നെയിമിൽ DI ഫസ്റ്റ് കേട്ടിരിക്കും. എനിക്ക് DJ തോന്നിയില്ല. കാരണം സൂപ്പർ ഗെയിമേ നിങ്ങളെന്നൊക്കെ എടുക്കണം സാധനമൊക്കെ ഇടുന്നതുകൊണ്ട് ഔട്ട്ഡോർ തരാം. ഒക്കെ അറിഞ്ഞു അപ്പോൾ ഈ വർഷം ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം പിന്നെ ഔട്ടർ ഇവിടെ ഉണ്ട്. ഔട്ടർ ഇവിടെ വേണ്ട. ഔട്ടറൊക്കെ ഇടയിൽ എൻ്റെ 2 വീടുകളുടെ മുന്നിൽ വെച്ചിട്ട് ഇവിടെ നിന്നിട്ട് അപ്പോൾ ഗൈസ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. ബൈ.